വടക്കഞ്ചേരി ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് മലിനജലം റോഡിലേക്ക് ഒഴുകുന്നതായി പരാതി. കുഴൽമന്നം ചരപ്പറമ്പിലാണ് സംഭവം. കുളിക്കുന്നതിനും അലക്കുന്നതിനും ശുചിമുറികളിലും ഉപയോഗിച്ച ശേഷം പുറത്തേക്ക് ഒഴുകുന്ന മലിനജലമാണ് റോഡിലേക്ക് എത്തുന്നതെന്നാണ് പ്രദേശവാസികളുടെ പരാതി. 500-ലേറെ അന്യസംസ്ഥാന തൊഴിലാളികളാണ് പ്രദേശത്തെ താമസ സ്ഥലത്ത് കഴിയുന്നത്. ഇത്രയധികം ആളുകൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നുള്ള മലിനജലം ശാസ്ത്രീയമായി ഒഴുക്കിക്കളയാൻ സംവിധാനമൊരുക്കാതെ റോഡിലേക്ക് ഒഴുക്കുന്നതാണ് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നത്. മലിനജലം റോഡിൽ പരന്നൊഴുകുന്നത് കാൽനടയാത്രക്കാർക്കും സമീപവാസികൾക്കും ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. ഈ താമസ സ്ഥലത്ത് ഞായറാഴ്ചകളിൽ ശുചീകരണം നടക്കുമ്പോൾ റോഡിലേക്ക് വലിയ തോതിലാണ് വെള്ളം ഒഴുകിയെത്തുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഞായറാഴ്ച തോറും അവർ വേസ്റ്റ് എടുക്കാൻ വരുന്നു എന്ന് പറയുന്നുണ്ട്. വേസ്റ്റ് എടുത്ത് കൊണ്ടുപോകുന്നത് അധികം കാണാറില്ല. അത് വെള്ളം പമ്പ് ചെയ്ത് അതിനെ റോട്ടിൽ കൂടെ ഒഴുക്കി വിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ഇതിന് വേണ്ട എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. കുട്ടികൾക്കാണെങ്കിലും ഇവിടെ താമസിക്കുന്നവർക്കാണെങ്കിലും സ്മെല്ല് കൊണ്ട് ഇരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അത് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റിൽ പോകുന്ന വേസ്റ്റാണ് പുറത്ത് തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഈ മഴക്കാലമായപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അതിൻ്റെ ഇടയിൽ കൊതു ഉണ്ടാക്കാറുണ്ട്. അതിനൊരു പരിഹാരം ഉണ്ടാവണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം. പമ്പ് ചെയ്യുന്ന സമയത്ത് അവർ വെള്ളം അടിച്ച് ടാങ്കറിൽ കൊണ്ടുവന്ന് അടിച്ച് വെള്ളം ഒഴുക്കുന്ന ഒരു സാഹചര്യം കൂടി ഇതിലുണ്ടാവാറുണ്ട്. അതുകൊണ്ട് റോഡ് മുഴുവൻ കവിഞ്ഞു വരുന്ന ഒരു സാഹചര്യം സംഭവിക്കാറുണ്ട്. ആഴ്ചയിൽ 2 പ്രാവശ്യം അവർ ടോയ്ലറ്റ് വേസ്റ്റ് എടുക്കാൻ വരും. അപ്പോൾ വരുമ്പോൾ അതിലത്തെ വെള്ളത്തിനെ ഇങ്ങോട്ട് പമ്പ് ചെയ്ത് വിട്ടിട്ട് വേസ്റ്റ് എടുത്തിട്ട് പോകും. അപ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും. പിന്നെ 2 നേരവും ഈ 10-100 ആൾ കുളിക്കുന്ന വെള്ളം ഈ റോഡിലേക്ക് ഒഴുകി വരിക. ഞങ്ങൾക്ക് ഫ്രണ്ടിൽ ഇരിക്കാൻ വഴിയില്ല. അത്രയ്ക്ക് സ്മെല്ലും ആൾക്കാർ നടക്കുമ്പോൾ വഴിക്ക് വീഴുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. ഒരുപാട് കുട്ടികൾ ഹൈവേ ബ്ലോക്കായ ഇതിൽ കൂടെയാണ് വണ്ടി വിടുന്നത്. ഇത് സംബന്ധിച്ച് നേരത്തെ പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു തവണ പഞ്ചായത്ത് അധികൃതർ പിഴ ചുമത്തിയതായും നാട്ടുകാർ പറയുന്നു. നാഷണൽ ഹൈവേയുടെ ഷെഡ് കെട്ടി ഒരു 100ഓളം കുടുംബങ്ങൾ ജോലിക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. അവർ ഉപയോഗിക്കുന്ന നിത്യവൃത്തി ചെയ്യുന്ന വെള്ളം ടോയ്ലറ്റിലെയും കുളിക്കുന്ന വെള്ളങ്ങൾ പുറത്തേക്ക് ഒഴുക്കി മെയിൻ റോഡായ PWD റോഡിലേക്ക് വിട്ട് റോഡ് മുഴുവൻ വളരെയധികം ബുദ്ധിമുട്ടായിട്ടും അടുത്തുള്ള താമസക്കാർക്കും അതുമാതിരി കാൽനട യാത്രക്കാർക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ കംപ്ലൈൻറ്റ് ചെയ്തു. അവർ വന്ന് നോക്കി പഞ്ചായത്തിൽ നിന്ന് വേണ്ട ആക്ഷൻ ഒരിക്കൽ എടുത്തതാണ്. വീണ്ടും അന്ന് പൈനൊക്കെ കെട്ടി അതെല്ലാം താൽക്കാലികമായി എന്തോ ചെയ്തു വെച്ചെങ്കിലും വീണ്ടും അവരത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ തീരെ നടക്കാൻ പറ്റാത്തതും സ്മെല്ല് കൊണ്ടും വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ നടപടിക്ക് പിന്നാലെയും പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായില്ല. ഇപ്പോൾ വീണ്ടും സമാനമായ സാഹചര്യം ആവർത്തിക്കുകയാണ്. അതേസമയം റോഡിന്റെ അവസ്ഥയും ദയനീയമാണ്. ദേശീയപാതയിൽ ഗതാഗത ക്രമീകരണം ആവശ്യമായി വരുമ്പോൾ വാഹനങ്ങൾ തിരിച്ചുവിടാൻ ഉപയോഗിക്കുന്ന പ്രധാന ലിങ്ക് റോഡാണിത്. എന്നാൽ നിലവിൽ റോഡ് തകർന്ന് തരിപ്പണമായ നിലയിലാണ്. വലിയ പാതാളക്കുഴികൾ നിറഞ്ഞ റോഡിൽ വാഹനയാത്ര തന്നെ ദുഷ്കരമാണ്. മഴയില്ലാത്ത സമയത്തും റോഡിലെ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണ്. ഇത് തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളമാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരത്തിന് പകരം മലിനജലം റോഡിലേക്ക് ഒഴുകാത്ത വിധത്തിൽ സ്ഥിരം സംവിധാനം ഒരുക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. തൊഴിലാളികളുടെ താമസ സ്ഥലത്തെ ശുചിത്വം ഉറപ്പാക്കുന്നതിനൊപ്പം തകർന്ന ലിങ്ക് റോഡ് അടിയന്തരമായി നവീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. UTV ന്യൂസ്, പാലക്കാട്.